ദൈവജനമേ രാജപുരോഹിതഗണമേ ജയഘോഷമാർത്തു വരുവിൻ. യാഗവേദിയിൽ ജനമേ ദൈവജനമേ രാജപുരോഹിതഗണമേ ജയഘോഷമാർത്തു വരുവിൻ. യാഗവേദിയിൽ ജയ ജയാരവം മുഴക്കാം, സ്തുതിഗീതകങ്ങൾ പാടാം. കരഘോഷത്താലതിമോദം തിരുനാമമേറ്റുവാഴ്ത്താം. ജയ ജയാരവം മുഴക്കാം, സ്തുതിഗീതകങ്ങൾ പാടാം. കരഘോഷത്താലതിമോദം തിരുനാമമേറ്റുവാഴ്ത്താം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുന്നു. ഒപ്പം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും നാം ആചരിക്കുന്നു. വിശുദ്ധ അന്തോനീസിൻ്റെ ജന്മദിനവും കൂടിയാണ് ഇന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഞാൻ നേരുന്നു. ഈ കടന്നുപോയ ദിവസങ്ങളൊക്കെ വേദനയുടെയും ദുരന്തങ്ങളുടെയും ഒക്കെ ദിനങ്ങളായിരുന്നു. ഇപ്പോഴും നാം വേദനിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് കോവിഡ് മഹാമാരിയുടെ തീക്ഷ്ണമായ സങ്കീർണമായ സമൂഹ സമ്പർക്ക വ്യാപനങ്ങളിൽ നമ്മൾ ആശങ്കാകുലരാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് ദീപലർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ തന്നെ സംരക്ഷണം തേടാം. നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും എത്രയും വേഗം മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമുക്കെന്നും സംരക്ഷണം നൽകണമേ എന്നും അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെയും മാതൃരാജ്യത്തിൽ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ സമർപ്പിച്ചിട്ടുള്ളവരെയും ഇന്ന് നമ്മുടെ രാഷ്ട്രത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധിപന്മാരെയും നമ്മുടെ എല്ലാ പൗരന്മാരെയും എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക സാഹചര്യം ഒരുക്കി എല്ലാവർക്കും എന്നും അവിടുത്തെ നാമം മഹത്വപ്പെടുത്തി ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്നുകൂടി അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാൽ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സർലോകരാജനെ. സർവ്വശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവസൂനുവേ കർത്താവാം യേശുക്രിസ്തുവേ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം പാദത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമീശുവേ അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പരിപാലനത്തിൽ പാപരഹിതമായ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ മഹത്വത്തിൻ്റെ വലിയ അടയാളത്തിൻ കീഴിൽ ഭാരതം ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ജന്മമെടുത്തുവല്ലോ. എല്ലാ തിന്മകളിലും നിന്ന് മോചിതരായി സ്വർഗീയ കാര്യങ്ങളിൽ സദാ ശ്രദ്ധ പതിച്ച് ഈ കന്യകയുടെ മഹത്വത്തിൽ പങ്കുചേരാനുള്ള അർഹത കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് തന്നരുളണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന നല്ല കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുൻപിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പുദണ്ട് കൊണ്ട് ഭരിക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നതും ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായ്ച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദഭരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണ്ണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായ ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി ഉത്ഥാനവുമുണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നതുപോലെ ക്രിസ്തുവിലെല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. മാലാഖവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി.
എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപം നീക്കം ചെയ്യുമാറാകട്ടെ. യേശുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, 1531 മെക്സിക്കോയിലെ ഒരു പുതുവിശ്വാസിയായ ജുവാൻ ഡീഗോയ്ക്ക് ടെപ്പിയാക്ക് എന്ന സ്ഥലത്ത് പരിശുദ്ധ കന്യകാമറിയം ദർശനം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മകനെ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കന്യകാമറിയമാണ്, ദൈവമാതാവാണ്. ഈ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കണം. എൻ്റെ സഹായം ആഗ്രഹിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് നിശ്ചയമായും ഞാൻ സഹായം നൽകും. അവരുടെ കണ്ണുനീർ ഞാൻ തുടച്ചു മാറ്റും. ശിരസിന് ചുറ്റും സൂര്യശോഭയുള്ള നക്ഷത്രങ്ങളുണ്ടായിരുന്ന തേജസ്സുള്ള സുന്ദരിയായ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ എല്ലാവരുടെയും കണ്ണുനീർ അന്നും ഇന്നും എന്നും ഒപ്പുമെന്ന് 57 വയസ്സുള്ള ജുവാൻ ഡീഗോയ്ക്ക് തൻ്റെ ദർശനത്തിലൂടെ അരുളി ചെയ്യുകയായിരുന്നു. സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ അന്നും ഇന്നും എന്നും നമ്മുടെയൊക്കെ കണ്ണീരൊപ്പാൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അന്ന് ജുവാൻ ഡീഗോയ്ക്ക് അമ്മ നൽകിയത്. സുപ്രസിദ്ധമായ ഗൗദലോപ്പെ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഉത്ഭവമായിരുന്നു ആ ദർശനം. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്ന എല്ലാവരെയും എന്നും സഹായിക്കുവാനും എല്ലാവരുടെയും കണ്ണീരൊപ്പുവാനും അമ്മ അനുനിമിഷം കൂടെയുണ്ട് എന്നുള്ള ഒരു വെളിപാടായിരുന്നു അത്. നമുക്കറിയാം, ഏതാണ്ട് 5-6 നൂറ്റാണ്ടുകൾ മുതൽ തന്നെ സഭയിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്നാൽ 1950 നവംബർ 1-ാം തീയതിയാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കപ്പെട്ടത്.
എന്നിരുന്നാലും ലോക ചരിത്രത്തിൽ, മാനവ ചരിത്രത്തിൽ ചരിത്രഗതിയെ പലപ്പോഴായി സ്വാധീനിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളും വെളിപാടുകളും നിരവധി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ പലപ്പോഴായി പല മാറ്റങ്ങൾക്കും കാരണമായിട്ടുള്ളത് പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള സന്ദേശങ്ങൾ മൂലമാണ്. പരിശുദ്ധ അമ്മയുടെ അങ്ങനെ നിരന്തരമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഇടപെടലുകൾ ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായും ഓർക്കണം, അതിനു കാരണം പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കണ്ണുനീര് ഉറ്റുനോക്കിക്കൊണ്ട് ആശ്വസിപ്പിക്കുവാനായി അമ്മ ഓടി വരികയാണ്. ഇങ്ങനെയുള്ള അമ്മയുടെ ഇടപെടലുകളാണ് അമ്മയുടെ ദർശനങ്ങളായി ലോകമെമ്പാടും വലിയ ആത്മീയ അനുഭവമായി മാറിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ അത്ഭുതകരമായ ഒരു വെളിപാടുണ്ട്, ഒരു വെളിപ്പെടുത്തലുണ്ട്. വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് മാലാഖയിൽ നിന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കുവാൻ, അവൾ സന്ദർശിക്കുവാനായി പോകുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. അവിടെ പരിശുദ്ധ കന്യകാമാതാവ് എലിസബത്തിനെ സന്ദർശിക്കുന്ന വേളയിൽ ഈ പരിശുദ്ധ മറിയത്തിൽ ഉള്ള രഹസ്യം പരിശുദ്ധാത്മാവാൽ വെളിപ്പെടുത്തപ്പെടുന്ന എലിസബത്ത് പറയുന്ന ഒരു വാചകമുണ്ട്: എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്ന്. തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന 10-15 വയസ്സ് പ്രായമുള്ള ഈ പെൺകുട്ടി ഗർഭിണിയാണെന്നും അവളുടെ ഉദരത്തിലുള്ളത് തൻ്റെ കർത്താവായ യേശുവാണെന്നും തിരിച്ചറിയുന്ന എലിസബത്തിൻ്റെ പ്രഘോഷണമാണത്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. നിശ്ചയമായും അതൊരു അത്ഭുതകരമായ തിരിച്ചറിവാണ്, ഒരു വലിയ ദൈവീക ഇടപെടലിൻ്റെ അനുഭവമാണ്. അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ അമ്മയിൽ, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടിയിൽ ദൈവത്തിൻ്റെ അമ്മയെ കാണുന്നു, അവളുടെ ഉദരത്തിൽ ദൈവകുമാരനെ കാണുന്നു. തീർച്ചയായും പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് ഇതിലൂടെ നമുക്ക് വ്യക്തമാക്കാം. ഓർക്കണം സ്നേഹമുള്ളവരെ, നമുക്കും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അമ്മ കൂടെയുണ്ടെങ്കിൽ ഈശോയും കൂടെയുണ്ട്. സ്വർഗാരോപിതയായ പരിശുദ്ധ അമ്മ സ്വർഗത്തിലിരുന്നു കൊണ്ട് നമ്മൾ ഉറ്റുനോക്കുക മാത്രമല്ല, അനുനിമിഷം നമ്മോട് ഒപ്പമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരും കണ്ടറിഞ്ഞ് സഹായിക്കുവാൻ ഓടിയെത്തുന്നുമുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായി പരിശുദ്ധ അമ്മയുടെ ദർശനങ്ങളുണ്ടായത് ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. ഇന്നും പലപ്പോഴും പരിശുദ്ധ അമ്മ നിരന്തരം ദർശനങ്ങളിലൂടെ, വെളിപാടുകളിലൂടെ, ഓർമ്മപ്പെടുത്തലുകളിലൂടെ തൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നിശ്ചയമായും ഈശോയും നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം ആചരിക്കുമ്പോഴും നമുക്കറിയാം, മഹാമാരിയുടെ പിടിയിൽപ്പെട്ട് സ്വതന്ത്രമായൊരു ജീവിതം അന്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. നമ്മുടെ രാജ്യത്തും ലോകം മുഴുവനും ഈ ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ കരാളഹസ്തങ്ങളുണ്ട്. നമ്മെ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാമാരി മൂലം ഈ മഹാമാരിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കണമേ എന്ന് നമ്മുടെ തൊട്ട് ചാരത്തുള്ള പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയുടെ സംരക്ഷണം എന്നും അനുഭവിക്കുവാൻ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ. എലിസബത്ത് പറഞ്ഞതുപോലെ, അതിനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ദൈവം നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്. പരിശുദ്ധ അമ്മയുടെ മക്കളെന്ന നിലയിൽ ദൈവമക്കൾക്കടുത്ത സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നമ്മളും അപ്രകാരം ആയിരിക്കണമെന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഒരു സംരക്ഷണമാണത്. ആ പരിശുദ്ധ അമ്മ നിശ്ചയമായും നമ്മുടെ ഇപ്പോഴുള്ള ഈ വിഷമസന്ധിയിൽ നിന്ന് നമുക്ക് മോചനം നൽകും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ഈ ബലിയിൽ നമുക്ക് അമ്മയുടെ മക്കളെന്ന നിലയിൽ അമ്മയുടെ വാത്സല്യം ഏറ്റുവാങ്ങാനായി പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ്യം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ലോക സാഹചര്യത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമസന്ധിയിൽ നിന്നും, ഇപ്പോൾ നമ്മളെ ഒത്തിരിയേറെ ആശങ്കപ്പെടുത്തുന്ന ഈ കോവിഡ് മഹാമാരിയിൽ നിന്നുമൊക്കെ മോചിപ്പിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏകദേശമായ രാജ്യത്തെയും
സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൽ ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങൾ ശ്രവിച്ച് അവിടുന്ന് നമ്മെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കാലയളവിൽ ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വചനങ്ങളാലും സമൃദ്ധമായി പരിപോഷിക്കപ്പെടാനായി കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും നമ്മുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ ജനത്തെ വിശ്വാസത്തിലും ഐക്യത്തിലും നിലനിർത്താൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാതൃരാജ്യമായ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 73ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ ജനതയെ ഐക്യത്തിലും സ്നേഹത്തിലും യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗത്താലും അധ്വാനത്താലും ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും ശക്തിയും ക്ഷമയും പ്രദാനം ചെയ്യാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിദ്ര കൊള്ളുന്നവരെല്ലാം അവിടുന്ന് തൻ്റെ മുഖദീപ്തിയിലേക്ക് സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി നിന്റെ വിധാനങ്ങൾ സ്വർഗ്ഗദാതാ. കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി നിന്റെ വിധാനങ്ങൾ സ്വർഗ്ഗദാതാ. ചിന്തകൾ വാക്കുകൾ കർമ്മങ്ങളും ഉള്ളിലുദിക്കും വികാരങ്ങളും കാഴ്ചവയ്ക്കുന്നിതാ ഞങ്ങളൊന്നായി നിന്റെ വിധാനങ്ങൾ സ്വർഗ്ഗദാതാ. താരയിലേകയോഗമായി നിന്നെ
അർപ്പിക്കുമി സ്നേഹാർച്ചന സംപ്രീതിയോടിനി സ്വീകരിക്കൂ സംപ്രീതിയോടിനി സ്വീകരിക്കൂ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും സ്നേഹിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്നെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസമുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ ഈ ആദരത്തിൻ്റെ സമർപ്പണം അങ്ങേ പക്കലേക്ക് ഉയരുകയും സ്വർഗാരോപിതയായ ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ സ്നേഹാഗ്നിയാൽ ഉജ്ജ്വലിച്ച് അങ്ങയെ നിരന്തരം അന്വേഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ സഭയുടെ പൂർത്തീകരണത്തിൻ്റെ ആരംഭവും പ്രതീകവുമായും തീർത്ഥാടക ജനത്തിന് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളവുമായും കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എല്ലാ ജീവൻ്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ അവൾ കല്ലറയിൽ അഴിയുന്നത് കാണാൻ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ആകയാൽ മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് അങ്ങയെ ആഹ്ലാദപൂർവ്വം പ്രഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്
വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവ്, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുനാളിൽ വിസ്മയനീയ ദാനങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ദാനങ്ങൾ അങ്ങേ മക്കൾക്ക് അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നേടിത്തരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃത്വം വഴി മാനവവംശത്തെ തൻ്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കാൻ തിരുവുള്ളമായ ദൈവം നിങ്ങളെ തൻ്റെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കാൻ കനിയുമാറാകട്ടെ. ആമേൻ. ജീവൻ്റെ ഉടയവനെ സ്വീകരിക്കാൻ അർഹയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. ആമേൻ. ഭക്തി നിർഭരമായ മാനസങ്ങളോടെ ഈ ദിനം ഇവിടെ സമ്മേളിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയ ദാനങ്ങളും സംവഹിക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയ ദൈവം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.